സുലൈമാനിയുടെ ഒരു പുതിയ എപ്പിസോഡാണ്. വളരെ ജാഗ്രതയോട് കൂടിയിട്ടാണ് ഞാനും ഭാനുവേട്ടനും ഇവിടെ നിൽക്കുന്നത്. കൊടും കാടാണ്. വന്യമൃഗങ്ങൾ ഏത് സമയത്തും കടന്നു കയറാൻ സാധിക്കുന്ന തരത്തിലുള്ള ഒരു കാടാണ്. ഒരുപാട് ഉയരത്തിൽ, അതായത് പിന്നെ വയനാടൻ കൊടും കാടിൻ്റെ ഒരുപാട് വലിയ ആൾട്ടിറ്റ്യൂഡിലാണ് നമ്മളുള്ളത്. കൊടും തണുപ്പുമാണ്. ഇവിടെ വെച്ചിട്ട് നമ്മൾ ഇത്തരത്തിലുള്ളൊരു എപ്പിസോഡ് ഷൂട്ട് ചെയ്യാനുള്ള കാരണം, ഇത് മണിമുല്ല എന്നറിയപ്പെടുന്ന വലിയൊരു മുല്ല ഈ കാട്ടിൽ മുഴുവൻ ചെങ്ങട അതിൻ്റെ കംപ്ലീറ്റ് വിടലാട്ടോ. നിന്റെ വീടാത്, നിന്റെ വീടിന്റെ ടെറസിന്റെ മേലെ ഒരു മുല്ലുണ്ടാകും. അവിടെ വന്നൊരു കൊടും കാടാണ്, വയനാടാണ്. പൊട്ടുംപൊളിയാ. കൊടും കാടല്ലത്, ഇത് വയനാട് കൊടുങ്കാടല്ലേ. ഇത് നമ്മുടെ വിനോദേട്ടൻ്റെ വീടാണ്. ഈ വിനോദേട്ടൻ്റെ വീട്ടിൽ എല്ലാ വർഷവും ഉണ്ടാകുന്ന ഒരു പ്രതിഭാസമാണ് ഈ മണിമുല്ല. ഇത് 3 ദിവസം മാത്രമേ ഇതിങ്ങനെ പൂത്ത് തളിർത്ത് നിൽക്കുള്ളൂ, പിന്നെ അത് പൊഴിഞ്ഞു പോകും. ആ സമയം നോക്കിയിട്ട് ഞങ്ങൾ വന്നതാണ്. വിനോദേട്ടൻ നാട്ടിലുണ്ടായിരുന്നില്ല, ഭാനുവേട്ടൻ നാട്ടിലുണ്ടായിരുന്നില്ല. അപ്പോൾ ആ ഒരു സമയത്ത് വന്നിട്ട് ഞങ്ങൾ ഒരു എപ്പിസോഡ് ചെയ്യേണ്ട രീതിയിലൊന്നും അല്ല വന്നത്, പക്ഷേ ഒരു എപ്പിസോഡ് ചെയ്യാമല്ലോ വിനോദേട്ടൻ. അപ്പോൾ എന്തായാലും വളരെ സന്തോഷം. കാരണം കഴിഞ്ഞ 7 വർഷമായിട്ട് എൻ്റെ തറവാട് വീട്ടിലെ കൊവ്വൂരെ തറവാട് വീട്ടിലെ ഏട്ടൻ്റെ വീടിൻ്റെ മുകളിൽ ടെറസിൻ്റെ മേലെ മുഴുവൻ ഈ മുല്ല ഇങ്ങോട്ട് നിറഞ്ഞു നിൽക്കുകയാണ്. നാഗവള്ളി മുല്ല എന്നാണ് ഇതിൻ്റെ പേര്. ഇതിനൊക്കെ ഒരുപാട് പേര് ഇത് കണ്ടിട്ടുണ്ട്, പലരും ഇവിടെ വന്ന് കാണുന്നു. ഇപ്പോഴും വന്നു ഒരുപാട് പേര് വന്ന്, കുറേ ടെലിവിഷൻ ടി വിയിലൊക്കെ ഒരുപാട് കാണിച്ചു. അപ്പം പത്രത്തിലുണ്ടായിരുന്നു. സുലൈമാനിയുടെ ഒരു എപ്പിസോഡ് എന്നാൽ പൂക്കളുടെ ഇടയിൽ വെച്ചാവാം അതെ എന്നൊരു ചിന്ത വരികയാണ്. അങ്ങനെയാണ് ഇപ്പം പൂക്കളുടെ ഇടയിലേക്ക് നമ്മൾ എത്തിയത്. പൂവിന്റെ പാട്ട് പാടി. അല്ല, ഈ പൂവ്, പിന്നെ ഈ പൂവിനെ പറ്റി പറയാം എന്തെങ്കിലും. അല്ല, പൂവ് ഞാൻ പറഞ്ഞില്ല, നാഗവള്ളി മുല്ല എന്നാണ് പേര്. ഡിസംബറിലെ തണുപ്പിൽ മാത്രം വിരിയുന്ന മുല്ലയാണ്. മുല്ല വിരിഞ്ഞു കഴിഞ്ഞാൽ ഒരാഴ്ച മാത്രമേ മുല്ലയ്ക്ക് ആയുസുള്ളൂ, അപ്പോഴേക്കും അത് കഴിയും. അല്ലാത്ത ദിവസങ്ങളിലൊക്കെ പച്ചപ്പ് ഇങ്ങനെ നിൽക്കും. അതാണ്. ഞാൻ ബോട്ടണി, എൻ്റെ ഡിഗ്രി ബോട്ടണി ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഇതിന്റെ സയന്റിഫിക് നാമം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാഗമുല്ലേസി എന്നായിരിക്കും. നല്ലോണം വെറുതെ പറഞ്ഞേട്ടോ. എന്തായാലും ഇതിന് നല്ലൊരു മണമുണ്ട്. രാവിലെയാണ് അതിൻ്റെ മണം ശരിക്കും അറിയുന്നത്. പിന്നെ ഒരുപാട് പൂമ്പാറ്റകളും തേനീച്ചകളൊക്കെ വന്നതിൻ്റെ മേലിരിക്കും. എന്തായാലും ഡിസംബറിൽ ഈ ഒരു കാലം വരാൻ വേണ്ടി ഞങ്ങൾ കാത്തിരിക്കും. ഇതിപ്പോൾ നമ്മൾ ടെറസിൽ മാത്രം കാണുന്ന ഒരു അവസ്ഥയാണ്. ടെറസിൽ നിന്ന് വീടിൻ്റെ അങ്ങോട്ട് തൂങ്ങുന്ന ഒരു ഭാഗം അപ്പുറത്തുണ്ട്. അതും വളരെ അത് നമുക്ക് കാണിക്കാൻ പറ്റും അല്ലേ? അത് ചെയ്തിട്ട് എല്ലാം കൂടെ പാൻ ചെയ്ത് കാണിക്കാൻ പറ്റില്ല, അത് എല്ലാം കാണിക്കാൻ പറ്റും. അപ്പോൾ കാണാത്ത ആളുകൾക്ക് പണിയാ. അപ്പോൾ ഇന്ന് പൂക്കളുടെ ഒരു എപ്പിസോഡ് ആയിക്കോട്ടെ. പൂക്കളെ കുറിച്ചുള്ള ഒരുപാട് പാട്ടുണ്ടല്ലോ. പൂക്കളെ കുറിച്ചുള്ള പാട്ടുകൾ പാടാം. നിങ്ങൾ രണ്ടാളും ബ്ലാക്ക് ഇട്ട് വന്നത് എന്താ? ഞങ്ങൾ ഈ കൊടും കാടായതുകൊണ്ട് ഈ ബ്ലാക്കിനിടയിൽ ഈ റെഡ് വന്നാൽ നല്ല രസമുണ്ടാവും. അപ്പൊ ഇങ്ങോട്ട് കയറി. അപ്പൊ ഭാനു, പൂക്കളാണ് പുറകിൽ, ബാക്ക്ഗ്രൗണ്ടിലൊക്കെ പൂക്കളാണ്. അപ്പൊ പൂക്കളെ കുറിച്ചുള്ള പാട്ടുകളാണ് നമ്മൾ ഈ എപ്പിസോഡിൽ പാടുന്നത്. ആദ്യത്തെ പാട്ട് ഏതായിരിക്കും? കുടമുല്ല പൂവിനായിക്കോട്ടെ. മുല്ലപ്പൂവല്ലേ, മണിമുല്ലല്ലേ. വയലാർ ദേവരാജൻ, വയലാർ ജ്വാല എന്ന ചിത്രത്തിൽ യേശുദാസ് ഡി വസന്ത ഡിവറ്റാണല്ലോ. അപ്പൊ തുടങ്ങി. കുടമുല്ലപ്പൂവിനും മലയാളി പെണ്ണിനും ഉടുക്കാൻ വെള്ളപ്പുടവ, കുളിക്കാൻ പനിനീർ ചോല, കൂന്തൽ മീനുക്കാൻ ഞാറ്റുവേല, കൂന്തൽ മീനുക്കാൻ ഞാറ്റുവേല. പിന്നെ മുല്ലയുടെ പാട്ട് കറക്റ്റ്. അതെ. ഉത്രാട സന്ധ്യ ഉണർന്നതിനാലോ, ഉദ്യാന പാലകൻ വന്നതിനാലോ, ആവാത ചൂടമീ രാഗപരാഗം, ആകെ തളിർക്കുമീ രോമാഞ്ചം. ആഹാ 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 ആഹാ. കേരളത്തനിമയുള്ള പാട്ട്. പിന്നെന്താ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇതിനെപ്പറ്റി പറഞ്ഞ വേറൊരു കാര്യം, ഗാനമേളകളില്ല, എല്ലാം ഓപ്പൺ ചെയ്തു. കൊറോണ കഴിഞ്ഞതിന് ശേഷം, കഴിഞ്ഞെന്നല്ല, ലോക്ക്ഡൌൺ ഒക്കെ പിൻവലിച്ചതിന് ശേഷം, അൺലോക്ക് പ്രക്രിയ തുടങ്ങിയതിന് ശേഷം എല്ലാം ഓപ്പൺ ചെയ്തു. പക്ഷെ ഗാനമേളകളും കലാപരമായിട്ടുള്ള കാര്യങ്ങളും മാത്രമല്ല. ഇതൊക്കെ ഈ ഗാനമേളയിൽ ഒരുപാട് പാടി നടന്ന പാട്ടുകളാണ് അല്ലേ? ഒരു പഴയ പാട്ട് പാടാന്ന് പറഞ്ഞാൽ ഈ ഒരു പാട്ട് വന്നാൽ ഭയങ്കര ഇനി പ്ലസന്റ് അല്ലേ ഈ പാട്ട്? ഇനി ഒരു പാട്ടുണ്ട്, അത് വിനോദ് പാടി തരണം എനിക്ക്. അത് ഞാൻ പാടണം. സന്മനസ്സുള്ള ഒരു പണ്ട് ഗുരുവായൂർപ്പുകളെ പാടിയ പാട്ട്. ഇത്തിരി പൂവാണ്, ഇത്തിരി പൂവുണ്ടെങ്കിലേ നടക്കുള്ളൂ. പവിഴമല്ലിപ്പൂത്തുലഞ്ഞ നീലവാനം, പ്രണയവല്ലി പുഞ്ചിരിച്ച ദിവ്യയാമം, പൂക്കളും പുഴകളും
പൂങ്കിനാവിൽ ലഹരിയും ഭൂമി സുന്ദരം. പം, 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 പം. ഈ കാക്കി കുപ്പായത്തിനുള്ളിൽ ഒരു കവി ഹൃദയമുണ്ട്, ഒരു കലാകാരനുണ്ട്, ഒരു ഗായകനുണ്ട്. അത് മുല്ലനേഴിയുടെ വരി അല്ലേ? സംഗീതം നല്ല സിനിമയായിരുന്നു അത്. പത്തനംതിട്ടക്കാരന്റെ ഭയങ്കര ജീവിതഗന്ധിയായ ഒരു പടമായിരുന്നു. ഞാൻ എത്രയോ പ്രാവശ്യം കണ്ട സന്മനസ്സുള്ള. അല്ല, അതിൽ വേറെ നല്ല പാട്ടുണ്ട്. നിന്റെ നടത്തം ഈ പടവടത്തം പിന്നെ തിടുക്കത്തിലൊടുക്കത്തെ നാവേറും നിന്റെ വേഷങ്ങളെല്ലാം മോശം നിന്റെ ആശയ്ക്കും വാശിക്കും നാശം കണ്ണീര് പൊൻകണി. ഇതൊക്കെ എല്ലാ കാമുകന്മാരും പാടി നടക്കുന്ന പാട്ടാണ്. നമ്മുടെ സബ്ജക്ട് പൂവാണ്. അല്ല, പൂവാണ്. വ്യതിചലിക്കരുത്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രണയം എന്ന് പറഞ്ഞാൽ തന്നെ പൂവാണല്ലോ. അഥർവത്തിലൊരു പാട്ടില്ലേ, പൂവായി വിരിഞ്ഞു പൂന്തേൻ കിനിഞ്ഞു പൂവായി വിരിഞ്ഞു പൂന്തേൻ കിനിഞ്ഞു പൂച്ചൊല്ലു തേൻ ചൊല്ലുതിർന്നു ആ കയ്യിലോ അമ്മാനയാട്ടം ഈ കയ്യിലോ പാൽക്കാവടി കാലം പകർന്നു തുടിതാളം പൂവായി വിരിഞ്ഞു. ഇത് ഇളയരാജല്ലേ? ഇളയരാജ. അഥർവം. ഇളവയിൽ തഴുകിയൊരു മുകുളമിതൾ നീട്ടി ഇതളുകളിൽ നിറകതിര് തൊടുകുറികൾ ചാത്തി. ഇളവയിൽ തഴുകിയൊരു മുകുളമിതൾ നീട്ടി ഇതളുകളിൽ നിറകതിര് ചെറുതെറികൾ ചാർത്തി. ചന്ദന മനോപടിയിൽ ഉണ്ണി മലരാടി ചഞ്ചലിത പാദമിരു ചാരുതകൾ പോലെ. ചന്ദന മണിപ്പടിയിൽ ഉണ്ണി മലരാടി ചഞ്ചലിത പാദമൊരു ചാരുതത പോലെ. താനേ ചുരുക്കും താരങ്ങൾ പോലെ മണ്ണിന്റെ മാറിൽ മാന്തളിര് പോലെ. പൂവായി വിരിഞ്ഞു പൂവായി വിരിഞ്ഞു. കാട്ടിനുള്ളിലാണ്. അല്ല ബിനോട്ടാ, ഇതിപ്പോ പാമ്പറ്റുണ്ടാവും ഇതിന്റെ ഉള്ളില്. പാമ്പ് ഒരു കടിയല്ലേ കടിക്കുള്ളൂ. അല്ല, അത് മതിയല്ലോ. പാമ്പ് വന്ന് നമ്മളെന്താക്കും? ഒക്കെ പാമ്പായിക്കോളും. അല്ല, ഇതിന്റെ മണിമുല്ല എന്നാണ് പേരെങ്കിലും. മണിമുല്ലല്ല, നാഗമുല്ല. നാഗമുല്ല എന്നാണ് പേര്. രാജവെമ്പാലാണ്. അടുത്ത പാട്ട് വിഷമില്ലാത്ത പാമ്പായ മതി. മുല്ലപ്പൂത്തു മുളവിരിഞ്ഞു രാജമല്ലിപ്പൂത്തു കുടവിരിഞ്ഞു പൂമണം നുള്ളുവാൻ പൂമതം കൊള്ളുവാൻ പുറപ്പെടൂ തോഴി പുറപ്പെടൂ. ആരോമലുണ്ണിയിലെ പാട്ടാണ്. ആരോമലുണ്ണിയിലെ പാട്ട് വയലാറ് ദേവരാജൻ കൂട്ടുകെട്ട്. ആരോമലുണ്ണി. നല്ല പാട്ട്. ഭയങ്കര ഒരുപാട് പാട്ടുകളല്ലേ. പിന്നെ അതിന് ശേഷം പാട്ടുകളല്ലേ. ഇയാളുടെ ഒരു പാട്ട് പൂ വെച്ചിട്ട് ദേവദൂതൻ എന്ന് പറഞ്ഞ പാട്ട്, പടത്തിലൊരു പാട്ടുണ്ടല്ലോ. പൂവേ പൂവേ മുല്ലപ്പൂവേ മണമിത്തിരി മനതിൽ തായോ മോഹത്തിൻ മകരന്തം ഞാൻ പകരം നൽകാം. മുല്ലപ്പൂവല്ല, പാലപ്പൂവല്ല. അല്ല, പറയും പോലെ സാഹചര്യം മുല്ലപ്പൂവല്ലേ. അപ്പൊ അത് സാഹചര്യത്തിനനുസരിച്ച് നമ്മൾ കവി കാര്യം ഞാൻ പറഞ്ഞുതരാം. പൂക്കൾക്ക് ചൂടായണ്ടല്ലോ. എന്താ പാടുന്ന അറിയാം. പിന്നെ കോപം വന്നാലത് മുള്ളായി മാറുമോ തങ്കമണി, മാനിന് കോപം വന്നാലത് പുലിയായി മാറുമോ തങ്കമണി. തങ്കമണി പൊന്നുമണി ചട്ടമ്പി കല്യാണി, തങ്കമണി പൊന്നുമണി ചട്ടമ്പി കല്യാണി. പൂവിന് കോപം വന്നാലത് അർജുന മാഷ മാറുമോ തങ്കമണി. അർജുന മാഷു ശ്രീകുമാർ തമ്പി. മാനിനു കോപം വന്നാലത് പുലിയായി മാറുമോ തങ്കമണി. എന്താ എഴുതുന്ന പാട്ടില്ല. തരങ്കിണിന്റെ കുറെ പൂക്കളുടെ പാട്ട്. തരങ്കിണി ഔട്ടർ കുറച്ച് ഒരുപാടുണ്ട്. പൂക്കാലം വന്നു പൂക്കാലം തേനുണ്ടോ തുള്ളിൽ തേനുണ്ടോ. എനിക്കിപ്പോഴും ഭയങ്കര അതിലെ പ്രണയമൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള പൂത്തുമ്പി തേനുണ്ടോ തുമ്പിൽ തേനുണ്ടോ. ഒരു നില കൊണ്ട് മനസ്സിൽ ഒരു നില പന്തൽ ഒരുങ്ങി ചിറകടിച്ചതിനകത്തൻ ചെറുമഞ്ഞ കിളി കുരുങ്ങി
കിളിമരത്തിന്റെ പൂക്കാലം വന്നു പൂക്കാലം തേനുണ്ടോ തേനുണ്ടോ എസ് ബാലകൃഷ്ണൻ. അതായത് സിദ്ദിഖ്ലാലിന്റെ പടങ്ങളിൽ മുഴുവൻ എസ് ബാലകൃഷ്ണൻ. അതല്ല, ശരിക്കും പറഞ്ഞാലേ എസ് ബാലകൃഷ്ണൻ എന്ന് പറഞ്ഞിട്ടുള്ളത് അദ്ദേഹം ഒരു വളരെ ജീനിയസ് ആയിരുന്നു. ചെയ്ത പാട്ടുകളെല്ലാം സൂപ്പർ ഹിറ്റുകളാണ്, എല്ലാ പാട്ടുകളും. പിന്നെ മെയിൻ സ്ട്രീമിൽ ഒരു ഇതില്ലാതിരുന്നത് അതല്ല, ഒരുപാട് വലിയ മ്യൂസിഷ്യനാണ്. പാട്ടുകളിലെ എത്ര പാട്ടുകൾ ഇതൊക്കെ പിന്നെ ഈ നമ്മുടെ സബ്ജക്റ്റ് നിന്ന് വ്യതിചലിച്ച് നോക്കുകയാണെങ്കിൽ ഒരുപാട് പാട്ടുകൾ ചെയ്തിട്ടുണ്ട് ഈ സിദ്ദിഖ്ലാലിന്റെ. അതിന്റെ ചേഞ്ചുകൾ ശ്രദ്ധിച്ചു. 3 പാട്ടുകൾ 3 രീതിയിൽ പിക്ചറിനനുസരിച്ചിട്ട്. അതായത് സിദ്ദിഖ്ലാലിന്റെ സിനിമകളിൽ മാത്രമേ ചെയ്തിട്ടുള്ളൂ അദ്ദേഹം. അങ്ങനെ ചെയ്തിട്ടുണ്ടാവുമായിരിക്കും, പക്ഷെ നമുക്ക് സുപരിചിതമായിട്ടുള്ള പാട്ടുകളെല്ലാം സിദ്ദിഖ്ലാലിന്റെ എല്ലാ പാട്ടുകളും. പിന്നെ പൂവിന്റെ പാട്ട്, തരങ്കിണിയിൽ പൂവിന്റെ പാട്ട്. അത് നമ്മൾ കോളേജിൽ പഠിക്കുന്ന കാലത്ത് നമ്മൾ ഒരുമിച്ച് പോയി കണ്ട ഒരു സിനിമയുണ്ട്. നമ്മൾ 2-3 തവണ കണ്ടിട്ടുണ്ടാവും സിനിമ. കാരണം ആ സിനിമയിൽ പ്രണയത്തിനും പാട്ടിനൊക്കെ ഭയങ്കര പ്രാധാന്യത. ഏതാ സിനിമ? പൂമുഖപ്പടിയിൽ നിന്ന്. അയ്യോ, അത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പടത്തിൽ ഒരുപാട് പടം പ്രേമിക്കുന്നവർക്കായി, പ്രേമം ഒരു നൊമ്പരമായി സൂക്ഷിക്കുന്നവർക്കായി, ഇനിയും പ്രേമിക്കാൻ ആഗ്രഹമുള്ളവർക്കായിട്ടൊക്കെ ആയിരുന്നു ആ സിനിമ. ശരിയാണ്. അതിലെ പാട്ടുകളൊക്കെ അങ്ങനെയാണ്, അത്രയെല്ലാം പ്രണയാർദ്രമായ ഗാനങ്ങളാണ്. അതിലെ പൂങ്കാറ്റിനോടും ആയിരിക്കും അല്ലേ? അതാണ് ഞാൻ പൂവിനെ പറ്റി പറഞ്ഞപ്പോഴും കിളികളോടും കഥകൾ ചൊല്ലി നീ കളികൾ ചൊല്ലി കാട്ടുപൂവി നിഴലായി അലസമലസായി അരികിലൊഴുകി ഇളം പൂ ഇളയരാജ അതിലല്ലേ കൊഞ്ചി കരയല്ലേ മിഴികൾ നനയല്ലേ ഇളമനമരുകല്ലേ ഏതോ മൗനം തരങ്ങോ തേടും കഥ നീ അറിയില്ലയോ. അതാ ഞാൻ പറഞ്ഞേ, ക്ലാസ് കട്ട് ചെയ്തിട്ട് ഒരുപാട് പോയിട്ട് നമ്മൾ. എടാ, തരങ്കിണിയുടെ പാട്ടുകളിലേ പൂവിനെ പറ്റി നല്ലൊരു പാട്ടുണ്ട്. പൂക്കളം കാണുന്ന പൂമരം പോലെ നീ പൂമുഖത്തിന്മയിൽ നിന്നു വീതിക്കസവിട്ട വീരാളിപ്പട്ടിൽ നിൻ പൂമേനി പൊന്നായി മിന്നി നിന്റെ പൂമേനി പൊന്നായി മിന്നി. പൂക്കളം കാണുന്ന പൂമരം പോലെ നീ പൂമുഖത്തിന്മയിൽ നിന്നു. അതൊക്കെ എന്ന് പറഞ്ഞാൽ പക്ഷെ തരങ്കിണി മന്ദമോമനക്കാൽ വച്ചു താളത്തിലെന്നടുത്തെത്തി. രവീന്ദ്രൻ മാഷിന്റെ ആ പടത്ത് ആ സമയത്ത് പിന്നെ പൊന്നോണത്തരങ്കിണി എന്നാണല്ലോ, പൊന്നോണത്തരങ്കിണികളാണ്. അപ്പൊ എല്ലാം ഓണത്തിന്റെ ഇവിടെ ഒരു മുല്ല ഓണം തന്നെ ഉണ്ടാക്കിയാണ്. നമുക്ക് നഷ്ടപ്പെട്ടു ഒരു ഓണം. പിന്നെ ഇത് ചിങ്ങമാസത്തിലൊക്കെയാണ് ഇതിങ്ങനെ പൂക്കുന്നുണ്ടെങ്കിൽ അത് പൂക്കൂല. അല്ല, അത് ക്രിസ്മസിന് വേണ്ടി ഞങ്ങൾ പൂപ്പിക്കണം. ചിങ്ങത്ത് പൂത്താത്ത പൂത്തൂല്ലേ? ക്രിസ്മസ് ന്യൂ ഇയർ ആണ് ഞങ്ങളെ സംഭവം. ചിങ്ങത്ത് പൂത്താൽ ക്രിസ്മസ് ആകുമ്പോൾ പൂത്തു പോകും. പിന്നെ ഒരു പാട്ട് കൂടെ നമുക്ക് പിന്നെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായി. അതെ, എന്നാ പിന്നെ ഒരു പാട്ടോടെ തന്നെ വൈൻഡപ്പ് ചെയ്യണം. ഏത് പാട്ടാണ്? കുറച്ചൊരു ജോഷുള്ളൊരു പാട്ട്. ഞാനൊരു പാട്ട് പറയട്ടെ. പൂ വേണം, പൂ വേണം, പൂപ്പട വേണം, പൂവിളി വേണം, പൂണാരം ചാർത്തിയ കന്നി പൂമകൾ വേണം, കുന്നത്തെ കാവിൽ നിന്നും തേവരുകാൾ എഴുന്നള്ളുന്നേ, ഓലോലം ൂണിയിലേറി പോരുന്നുണ്ടേ, കൂനി പോരുന്നുണ്ടേ. പൂ വേണം, പൂപ്പട വേണം, പൂവിളി വേണം, പൂണാരം ചാർത്തിയ കന്നി പൂമകൾ വേണം. അടിപൊളി. അപ്പൊ രാത്രിത്തെ ആ ഒരു സംഗീത പ്രോഗ്രാമിന് വേണ്ടി നമുക്ക് ഈ സ്ഥലം അങ്ങോട്ട് വിട്ടുകൊടുക്കാം. എന്തായാലും എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. സോങ് വിത്ത് സുലൈമാനിയുടെ ഒരു എപ്പിസോഡ്
ഈ മുല്ലപ്പൂവിന് എൻ്റെ വീടിൻ്റെ തറവാട് വീടിൻ്റെ ടെറസിലുള്ള ഈ മുല്ലപ്പൂക്കളുടെ ഇടയിൽ നിന്ന് ഷൂട്ട് ചെയ്തെന്നുള്ളതിൽ ഞാൻ കൃതാർത്ഥനാണ്. കാരണം ഈ എപ്പിസോഡ് യൂട്യൂബിൽ നിൽക്കുന്നിടത്തോളം കാലം ഈ മുല്ലപ്പൂ നമ്മൾ ഇന്നും ഓർക്കും. അല്ല, നമ്മളിത് കാണുന്ന ആളുകൾ വിചാരിക്കുന്ന ഒരു കാര്യം, ചിലപ്പോൾ ഈ മുല്ലപ്പൂ ഈ ടെറസിൻ്റെ മുകളിൽ ടെറസിൻ്റെ മുകളിൽ ഇത് 2 നില വീടാണ്, ഇതിൻ്റെ മണ്ണിൽ നിന്നും ഉണ്ടായിട്ടുള്ള ചെടി വലുതായിട്ട് ഒരു വൃക്ഷം തന്നെയാണത് അല്ലേ? ചെടീനേക്കാളും വലിയൊരു പടുവൃക്ഷമാണിത്. ആ വൃക്ഷത്തിൽ നിന്നുണ്ടായിട്ടുള്ള മുല്ലപ്പൂകളാണ്. ഇത് ക്യാമറ ചെയ്യുന്ന ആൾക്കാർ ഇത് എന്തായാലും കാണിക്കണം നിർബന്ധമായിട്ട്. കാര്യം ഇതൊരു അസുലഭമായിട്ടുള്ള കാഴ്ചയാണ്. ഈ ഭാഗത്ത് കോഴിക്കോട് വരുന്ന ആളുകൾ വിനോദേട്ടൻ്റെ വീട്ടിലേക്ക് വരിക, ഇവിടെ നിന്ന് കാണുക, നല്ല ഭക്ഷണം കഴിക്കുക, എത്ര പേർക്കും വരാം അങ്ങനെ തന്നെ. പിന്നെ പോവാം, കോഴിക്കോടൻ ഭക്ഷണം കഴിക്കാൻ, കുറേ നർമ്മം കാര്യങ്ങൾ പാട്ടൊക്കെ കേൾക്കാം. അപ്പോൾ ഒരിക്കൽ കൂടി യൂട്യൂബ് നമ്മുടെ സോങ് വിത്ത് സുലൈമാനിയുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് പറയുകയാണ്, ഈ ചാനൽ നിങ്ങൾ കാണണം. പാട്ടും പറച്ചിലുമാണ് കേട്ടോ ഈ ചാനലിൽ. അതാണ് നിങ്ങൾ കേൾക്കുന്നത് അല്ലേ? ഇത്രയും കാലമുള്ള എല്ലാ ഈ വീഡിയോയിൽ നിങ്ങൾ കണ്ടത് പാട്ടും പറച്ചിലുമാണ്. ഞങ്ങൾ എല്ലാവരും സംഗീതത്തെ ഒരുപാട് സ്നേഹിക്കുന്നവരാണ്. അപ്പം ഞങ്ങൾ അല്ലേ സംഗീതത്തെ വലിയ പ്രിപ്പറേഷൻസ് ഒന്നും ഇല്ലാതെയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ കാണുന്ന ആളുകൾ നിർബന്ധമായിട്ട് കാണുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. അതെ, ആ ബെൽ ബട്ടൺ ഒന്ന് സ്മാഷ് ചെയ്തേക്കുക. പിന്നെ രൂപേഷേ, നമ്മളിന്ന് എപ്പിസോഡ് ചെയ്യുന്ന ദിവസം നമുക്കൊരു ഇത്തിരി സങ്കടമുള്ള ദിവസം കൂടിയാണ്. ശരിയാണ്. നമ്മുടെ പ്രിയപ്പെട്ട അമ്മ, മലയാളത്തിൻ്റെ അമ്മ, സുഗതകുമാരി അമ്മ ഇന്ന് നമ്മളെ വിട്ടുപിരിഞ്ഞ ദിവസമാണ്. ഒരുപാട് കവിതകൾ എഴുതി, ഒരുപാട് നന്മകൾ ചെയ്ത് എല്ലാവരുടെ മനസ്സിലും സ്ഥാനം പിടിച്ച തീർച്ചയായിട്ടും അമ്മ നമ്മളെ വിട്ടുപോയ ഒരു ദിവസമാണ്. അപ്പം അമ്മയുടെ ആത്മാവിനെ നിത്യശാന്തി കിട്ടാൻ നമ്മൾ പ്രാർത്ഥിക്കുന്നു. ഒപ്പം അമ്മ നമ്മളെ പഠിപ്പിച്ചൊരു കാര്യം, പ്രകൃതിയെ സ്നേഹിക്കണം, നമ്മൾ കുട്ടികളെല്ലാവരും നിർബന്ധമായിട്ടും സ്നേഹിക്കണമെന്ന് പറഞ്ഞ് ഒരു പക്ഷിയുടെ വേദന പറഞ്ഞ അമ്മയുടെ. അതെ, തീർച്ചയായിട്ടും. ഒരു പാട്ട് പിന്നെയും പാടി നോക്കുന്നിതാ, ചിറകൊടിഞ്ഞുള്ളൊരു കാട്ടുപക്ഷി, മഴുതിന്ന മാമരക്കൊമ്പിൽ തനിച്ചിരുന്നൊടിയാൽ ചിറകു ചെറുതിളക്കി. ഓർമ്മിക്കുകയാണ് സുഗതകുമാരി അമ്മയുടെ ആ കവിതയും. ഒപ്പം നമ്മുടെ എല്ലാ പ്രേക്ഷകർക്കും നമ്മൾ എന്ത് നേരണം? നമുക്ക് ക്രിസ്മസ്, ന്യൂ ഇയർ ആശംസകളും ക്രിസ്മസ് ആശംസകൾ. നമ്മൾ 2020 എന്ന് പറഞ്ഞിട്ടുള്ള വർഷം കൊറോണയും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഒരു അസുഖത്തിൻ്റെ ഒരു വർഷമായിട്ട് കടന്നുപോയി. ഈ 2021 ഒരു വേദനയും ഒരു യാതൊരു തരത്തിലുള്ള ആദിയും വ്യാധിയും ഒന്നുമില്ലാത്തൊരു വർഷമായി മാറട്ടെ എന്ന് പ്രതീക്ഷയുടെ സോങ് വിത്ത് സുലൈമാനി ആശംസിക്കുകയാണ്. സോങ് വിത്ത് സുലൈമാനിയുടെ ഈ എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ആവുകയാണ്. ഇനിയും ഇത് സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ, ലൈക്ക് ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. നല്ല നല്ല പാട്ടും പറച്ചിലുമായിട്ടുള്ള ഒരുപാട് എപ്പിസോഡുകൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തും. ഭാനുവേട്ടനുണ്ട്, വിനോദേട്ടനുണ്ട്, ഞാനുണ്ട്, രൂപേഷുണ്ട്, ക്യാമറയ്ക്ക് പിന്നിൽ സേതുവേട്ടനുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഒരു ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ന്യൂ ഇയർ. ഒരു പാട്ട് പിന്നെയും പാടി നോക്കുന്നിതാ, ചിറകൊടിഞ്ഞുള്ളൊരു കാട്ടുപക്ഷി, മഴുതിന്ന മാമരക്കൊമ്പിൽ തനിച്ചിരുന്നൊടിയാൽ ചിറകു ചെറുതിളക്കി.